കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗവും അക്രമോത്സുകതയും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്നുണ്ട്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് യോഗം. വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലയിലെയും അധ്യാപക രക്ഷകർത്തൃ സംഘടനകളുടെയും ഒക്കെ യോഗമാണ് നടക്കുന്നത്. കമലേഷ് ചക്കേക്കാട് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി ലഹരിക്കെതിരെ, നിരോധിത മയക്കുമരുന്നുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കേരളത്തിൻ്റേതെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ യോഗത്തെയും കാണേണ്ടത്. എന്തൊക്കെയാണ്, എപ്പോഴാണ് യോഗം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? അജിംഷാദ് 10:30 നിയമസഭയിലെ ശങ്കരതമ്പി ഹാളിലാണ് ഈ യോഗം ആരംഭിക്കുക. ഏതാണ്ട് സമയം അടുക്കാറായി. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ തന്നെ സംസ്ഥാനം അല്ലെങ്കിൽ LDF സർക്കാർ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ആയിട്ടുള്ള കണക്കുകൾ, ഈ ലഹരി ഉപയോഗത്തിലുണ്ടായിട്ടുള്ള വർധനവ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളുടെ എണ്ണത്തിലുള്ള വർധനവ്, അത്തരത്തിൽ വലിയ ഒരു വർധനവ് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ ചർച്ചയായി ഉയർന്നു വരികയും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുപോലെ തന്നെ ഈ ഒരു വിപത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാനുള്ള ഒരു പരിപാടികളിലേക്ക് കടക്കുന്നുണ്ട്. അവരുടെ മിക്ക മന്ത്രിമാരുടെയും കമലേഷ് ചക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനകം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് യോഗം ആരംഭിക്കുന്നത്. അതായത് കമലേഷ് ചക്കേക്കാട്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സാധാരണഗതി വിട്ട് അതായത് അതിൻ്റെ റൂട്ടിലേക്ക്, ഗ്രാസ് റൂട്ടിലേക്ക് നോക്കൂ. നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം ഒരു കുട്ടിയെ ഓരോ കള്ളികളിലാക്കി നാം ഒതുക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയുണ്ട്. ഇതൊക്കെ ലഹരിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മാറുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെ പ്രതികളായി കാണുന്ന ഒരു രീതിയല്ല, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം ആരായാലും എന്ന് പറയുന്ന ഒരു വലിയ കരുതലിൻ്റെ വശം കൂടിയുണ്ട്. എന്നാൽ ഇതിലെ ക്രിമിനൽ പ്രവർത്തികൾക്കെതിരെ ശക്തമായി മുഖം നോക്കാൻ നടപടിയെടുക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഇതാണൊരു രീതി. ഇന്നലെ തന്നെ കോഴിക്കോട് ഈ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയ ഒരാളെ, തുണിയുടെ മറവിൽ മയക്കുമരുന്ന് കടത്തിയിരുന്ന ഒരാളെ പിടികൂടിയപ്പോൾ പോലീസ് അയാളുടെ സ്വത്തുക്കളടക്കം കണ്ടുകെട്ടുന്നതിലേക്കാണ് നീങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു നടപടികൾ ചെയ്തു വരുന്ന സർക്കാരാണ്. അപ്പോൾ ഈ എല്ലാ വിധത്തിലുമുള്ള സംഘടനകളെ ചേർത്തുകൊണ്ട്, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, അപ്പോൾ അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കുട്ടികളെ ഈ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു വലിയ കരുതലിൻ്റെ രൂപമാണ് ഇന്നത്തെ യോഗം. അല്ല സാധാരണഗതിയിലുള്ള ഒരു ഔദ്യോഗിക യോഗമല്ല, അല്ലേ? തീർച്ചയായും അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെയുള്ള ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ ലഹരി ഉപഭോഗം വിദ്യാർത്ഥികളിലും യുവാക്കളിലും അടക്കം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ എക്സൈസ് വകുപ്പ് അടക്കം നടത്തുന്ന ചില ഡ്രൈവുകളുടെ ഭാഗമായി പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവിലുള്ള വർധനവ്, കേസുകളുടെ എണ്ണം, പ്രതികളെ പിടികൂടുന്ന കാര്യത്തിലൊക്കെ വലിയ വർധനവുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിലാണ് ഇത് വലിയൊരു വിപത്തായി പടർന്നു പിടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാർ അത് വളരെ കൃത്യമായി, എക്സൈസ് വകുപ്പ് അടക്കം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയമസഭയിൽ ചേരുന്നത്. ഇതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, അതുപോലെ തന്നെ യുവജന സംഘടനാ പ്രതിനിധികൾ, അതുപോലെ തന്നെ അധ്യാപകർക്കിടയിലുള്ള പ്രതിനിധികൾ, രക്ഷാകർത്താക്കൾ, മറ്റ് സിനിമ സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രതിനിധികളെല്ലാം, അതായത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഓരോ വിഭാഗത്തിലുള്ള ആളുകളും അവരുടെ ആശങ്ക അറിയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പുതിയ ആശയങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ, ഇത് എങ്ങനെ നമുക്കിത് തുടച്ചു നീക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആശയങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, നിർദ്ദേശങ്ങൾ വരേണ്ടതുണ്ട്. അതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഈ യോഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരിയുടെ വരവ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ലഹരി കടത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അത് തടയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, അത് തടഞ്ഞാൽ പോലും ഈ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു ഡിമാൻഡ്, ഇതിൻ്റെ ഡിമാൻഡ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ ആസക്തി ഒഴിവാക്കുക. അതിനായി വലിയ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഡിമാൻഡ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വരവും കൂടി തടയാൻ കഴിയുകയുള്ളൂ. ആ നിലയിലുള്ള പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ വരേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഒരു കർമ്മ പദ്ധതി ഇന്ന് തയ്യാറാക്കുക. ഏതായാലും ഈ യോഗം ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗത്തിന് ശേഷം നമുക്കിത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. അജിംഷാദ്.
തീർച്ചയായും ആ യോഗം നടക്കട്ടെ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി തുടർന്ന് വരുന്ന മണിക്കൂറുകളിൽ ബന്ധപ്പെടാം. എന്തായാലും കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.